ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് ഇതുപോലെ ഫ്രണ്ട് ഭാഗത്ത് പ്ലീറ്റ് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ള ഈ ഒരു നൈറ്റിയുടെ സ്റ്റിച്ചിങ് ആണ്. ഇതിൻ്റെ കട്ടിങ് ഇതിനു മുന്നേ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ ആ വീഡിയോ പോയി കാണുക. അപ്പോൾ ഇതിൻ്റെ സ്റ്റിച്ചിങ് എങ്ങനെയെന്ന് നോക്കാം. ആദ്യം യോക്ക് ഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിന് ഈ രണ്ട് പീസിൻ്റെയും നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെക്കണം. ഇനി ഈ സൈഡിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ സ്റ്റിച്ച് ചെയ്തതിൽ തട്ടാതെ ചെറിയ കട്ടിങ് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇതുപോലെ ചെറിയ കട്ടിങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ ഇതുപോലെ നല്ല വശം പുറത്തേക്ക് മറിച്ചിട്ടിട്ട് ഇതിൻ്റെ മുകളിലൂടെ ടോപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. താഴ്ഭാഗത്തും ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കണം. ഇനി ഈ നൈറ്റിയുടെ ഫ്രണ്ട് പാർട്ടിന് വേണ്ടി കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഈ തുണിയുടെ മുകളിൽ ഇവിടെ ഞെറിവിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെ ഞെറിവിട്ട് മുകൾ ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ നൈറ്റിയുടെ ഫ്രണ്ട് പാർട്ട് ഞെറിവിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതുമായിട്ട് നേരത്തെ സ്റ്റിച്ച് ചെയ്തെടുത്തിരുന്ന ഈ യോക്ക് ഭാഗം കൂട്ടി സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇതിന് യോക്ക് പാർട്ടിൻ്റെ ഈ തായ് ഭാഗം നൈറ്റിയുടെ ഫ്രണ്ട് പാർട്ടിൻ്റെ നല്ല വശത്ത് ഇതുപോലെ ഒന്ന് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ യോക്ക് പാർട്ട് ഫ്രണ്ട് പാർട്ടുമായി അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലൂടെ ഒരു ടോപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ടോപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത്രയാണ് ഫ്രണ്ട് പാർട്ടിൽ സ്റ്റിച്ചിങ് വരുന്നത്. ഇനി ബാക്ക് പാർട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതിന് ബാക്ക് പാർട്ടിൻ്റെ നല്ല വശം മുകളിലാവുന്ന പോലെ നിവർത്തിയിട്ടിട്ടുണ്ട്. ഈ നെക്കിൻ്റെ ഭാഗത്ത് ഇതുപോലെ 1 ഇഞ്ച് വീതിയുള്ള ക്രോസ് പീസ് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കണം. നെക്കിൻ്റെ ഭാഗത്ത് ക്രോസ് പീസ് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി സ്റ്റിച്ച് ചെയ്തതിൽ തട്ടാതെ ചെറിയ കട്ടിങ് ഇട്ട് കൊടുക്കണം. ഇനി ഫ്രണ്ട് പാർട്ടിൻ്റെയും ബാക്ക് പാർട്ടിൻ്റെയും നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ച് ഷോൾഡർ കൂട്ടി സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ 2 ഷോൾഡറും കൂട്ടി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ക്രോസ് പീസിനെ ഈ ബാക്ക് പാർട്ടിൻ്റെ മോശം വശത്തേക്ക് ഒന്ന് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്താൽ ഷോൾഡർ വിട്ടു പോരില്ല. ഇനി ഈ നൈറ്റിയുടെ 2 സ്ലീവും സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനിയുള്ള സ്റ്റിച്ചിങ് സാധാരണ എല്ലാ നൈറ്റിലും ചെയ്യുന്ന പോലെയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് അതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. രണ്ട് സ്ലീവും ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്.
ഇനി ഈ സ്ലീവിൻ്റെ ഈ ഭാഗം മുതൽ നൈറ്റിയുടെ തായ് ഭാഗം വരെ ഒന്ന് കൂട്ടി സ്റ്റിച്ച് ചെയ്തെടുക്കാം. രണ്ട് സൈഡും കൂട്ടി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നൈറ്റിയുടെ തായ് ഭാഗം മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കാനാണുള്ളത്. 1/2 ഇഞ്ചാണ് തായ് ഭാഗം മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടി നമ്മൾ എടുത്തിരുന്നത്. അപ്പോൾ ആദ്യം ഒരു 1/4 ഇഞ്ചും പിന്നീട് ഒരു 1/4 ഇഞ്ച് കൂടി മടക്കി മോശം വശത്തേക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ തായ് ഭാഗവും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത്രയുമാണ് ഈ ഒരു നൈറ്റിയുടെ സ്റ്റിച്ചിങ് ഉള്ളത്. വളരെ ഈസി ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്ന ഒരു നൈറ്റിയാണിത്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്കും കമൻറ്റും ചെയ്യുക. എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇനിയും ഇതുപോലെയുള്ള വീഡിയോസുമായി കാണാം. അതുവരേക്കും ബായ്.